പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിൽ കേരളത്തിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിജ്ഞാപന പ്രകാരം 197 വേക്കൻസികൾ വന്നിട്ടുള്ള തസ്തിക കൂടിയാണിത്. 35,400 രൂപ മുതൽ 1 ലക്ഷത്തിന് മുകളിൽ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള തസ്തികയാണിത്. നമുക്കിതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ സർവേ ഓഫ് ഇന്ത്യയിൽ സർവേയർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഇതിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 2026 ഫേസ് 14 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുഖേനയാണ്. വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിൽ ഇപ്പോൾ 197 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി യോഗ്യതകൾ നോക്കാം. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ, ജിയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലുമുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായി പറഞ്ഞിട്ടുള്ളത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലുമുള്ള BSc ബിരുദമാണ്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഈ പറഞ്ഞ 2 യോഗ്യതകളിൽ ഏതെങ്കിലും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രാജുവേഷൻ ആൻഡ് എബോ ലെവലിലുള്ള എക്സാമിനേഷനിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സർവേയർ തസ്തികയുടെ പേ ലെവൽ 6 ആണ്. അതായത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയായിരിക്കും ശമ്പള സ്കെയിൽ. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1996 നും 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ തസ്തികയുടെ പോസ്റ്റ് കോഡ് 13726 ആണ്. ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായാണ് വരുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തും പോസ്റ്റിംഗ് ഉണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 4 ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. SSCയുടെ ഇതുപോലുള്ള ഗ്രാജുവേറ്റ് ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ, മെട്രിക്കുലേഷൻ ലെവൽ തുടങ്ങിയ പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 4 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.